23 പേരാണ് നിലവിൽ ബുക്ക് ചെയ്തത്. രാവിലെ MVD മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നവരുടെ പേരുകൾ വിളിച്ചു. ശേഷം 1.5 മണിക്കൂർ കഴിയുന്നു. ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഡ്രൈവിംഗ് സ്കൂൾ വരെ രജിസ്റ്റർ ചെയ്തു. അത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ ഇല്ലാത്തവരായിരിക്കാം. അതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകൾ തന്നെ അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇതല്ലാതെ സമരത്തിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ പ്രതികരിച്ചത്, ഡ്രൈവിംഗ് സ്കൂൾ വഴി ഞങ്ങൾ ആരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇത് ഉദ്യോഗസ്ഥർ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തതാണ്. അത്തരത്തിൽ ആളുകൾ വെറുതെ ആളുകൾ രജിസ്റ്റർ ചെയ്തെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കുറേ അധികം ആളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്താണെന്ന് പറയുന്നുണ്ട്. അതിനുള്ള സാധ്യത വിരളമാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഡ്രൈവിംഗ് സ്കൂൾ വഴി രജിസ്റ്റർ ചെയ്ത ആളുകളായിരിക്കും. അവർക്ക് സ്വകാര്യ വാഹനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവർ ഡ്രൈവിംഗ് സ്കൂൾ ആളുകൾ നിരുത്സാഹപ്പെടുത്തിയതിൻ്റെ ഭാഗമായി വന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമരത്തെ സംബന്ധിച്ച് സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുട്ടത്തറയിലെ സർക്കാരിന് കീഴിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുന്നിൽ നിലത്ത് കിടന്നവർ പ്രതിഷേധിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ രാവിലെ എത്തിയപ്പോൾ സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്നവരെ തടയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് ഉറപ്പായും തടയും, ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗ്ഗമില്ല, ഞങ്ങൾ ഉറപ്പായും ആര് വന്നാലും തടയുമെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാരുള്ളത്. പ്രതിഷേധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഒരു വിട്ടുവീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്താവട്ടെ പ്രതിഷേധക്കാരുടെ ഭാഗത്താവട്ടെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നയപരമായ പരിഹാരം അകലെയായതുകൊണ്ട് ഈ പ്രശ്നം ഇങ്ങനെ തന്നെ തുടരും. അഭിലാഷ്, എന്തായാലും 8 ദിവസമായി ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നില്ല. ഇനിയൊരു പരിഹാരം ഉണ്ടായാൽ തന്നെ ഈ നടത്തേണ്ടതായിട്ടുള്ള ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതും വലിയ പ്രതിസന്ധിയാണ് അഭിലാഷ്.